കാന്താരയെ കളിയാക്കി രൺവീർ സിംഗിന് പണികിട്ടി. ഒറ്റവാക്കിൽ നമുക്ക് അങ്ങനെ പറയാം. രൺവീർ സിംഗിനെതിരെ ഇപ്പോൾ കേസ് പോയിരിക്കുകയാണ്. കാന്താരയിൽ ഗുളികൻ ദൈവത്തിനെ പരസ്യമായി പൊതുവേദിയിൽ കളിയാക്കി എന്നതാണ് രൺവീർ സിംഗിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത്. അപ്പോൾ മുതൽ തന്നെ, അതായത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ സമാപന സമ്മേളനത്തിൽ വെച്ചാണ് രൺവീർ സിംഗ് ഈ ഒരു ആക്ട് കാണിച്ചത്. അപ്പോൾ ഋഷഭ് ഷെട്ടി തൊട്ട് മുന്നിലുണ്ട്. ഋഷഭ് ഷെട്ടിയാണ് കാന്താരയിലെ പ്രധാന വേഷം ചെയ്തത്. ഗുളികൻ ദൈവത്തിനെ ഒക്കെ പോർട്രേ ചെയ്തത് ഋഷഭ് ഷെട്ടിയാണ്. അപ്പോൾ രൺവീർ ഈ കാര്യം സ്റ്റേജിൽ വെച്ച് കാണിക്കുമ്പോൾ തന്നെ ഋഷഭ് ഷെട്ടി വിലക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത് എന്നത് ഋഷഭ് പറയുന്നുണ്ട്. അപ്പോൾ ഋഷഭ് വിലക്കിയിട്ടും, അതായത് വളരെ ചിരിച്ചുകൊണ്ടാണ് വിലക്കുന്നത്, കാരണം രൺവീർ ഒരു നടനാണ്, അപ്പോൾ വെറുപ്പിക്കരുത്, അതുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് ചെയ്യരുത് എന്ന് ഋഷഭ് പറയുന്നു. ആദ്യം ഋഷഭിൻ്റെ മുന്നിൽ വെച്ചാണ് ചെയ്യുന്നത്, സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ്. അപ്പോഴും ചെയ്യുമ്പോഴും ഋഷഭ് പറ്റില്ല എന്ന് പറയുന്നു. പിന്നീട് സ്റ്റേജിൽ കയറിയതിന് ശേഷം രൺവീർ ആക്ട് വീണ്ടും കാണിക്കുന്നു, വീണ്ടും ചെയ്യരുത് എന്ന് ഋഷഭ് വീണ്ടും ആ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് അത് കാണിക്കുന്നുണ്ട്. അതും വളരെ ട്രോളുന്ന രീതിയിലും വളരെ ഒരു കളയാക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് രൺവീർ അത് ചെയ്തത്. പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം രീതിയിൽ അധിക്ഷേപങ്ങൾ ഉയർന്നു. രൺവീറിനെതിരെ സൈബർ അറ്റാക്കിംഗ് വളരെയധികം ശക്തമായി നടന്നു. ഒരു ഘട്ടത്തിൽ രൺവീറിന് പൊതുസമൂഹത്തിൽ, അതായത് ഇൻസ്റ്റഗ്രാമിൽ വന്ന് മാപ്പ് പറയേണ്ട അവസ്ഥയുണ്ടായി. രൺവീർ സിംഗിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോലും രൺവീർ അതിനെപ്പറ്റി സോറി പറഞ്ഞു. അത് ആരെങ്കിലുമൊക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രൺവീർ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് മാപ്പ് ചോദിക്കുന്ന അവസ്ഥയിൽ വരെ എത്തി കാര്യങ്ങൾ. എന്നാൽ പോലും അവിടെ പ്രശ്നങ്ങൾ തീരുമെന്ന് രൺവീർ ചിന്തിച്ചു. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ വീണ്ടും തുടങ്ങുകയാണ് ചെയ്തത്. പിന്നാലെ രൺവീറിൻ്റെ മാപ്പ് പറച്ചിലിന് ശേഷം പോലും രൺവീറിന് മാപ്പ് നൽകാൻ പല ഡിവോട്ടീസും തയ്യാറായില്ല. കാന്താരയെ ദൈവമായിട്ട് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഗുളികൻ ദൈവത്തിനെയൊക്കെ ഭയങ്കരമായിട്ട് ഭക്തിയോടെ കാണുന്നവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഈ കേസിന് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്രശാന്ത് മേത്തൽ എന്ന അഭിഭാഷകനാണ് ഇപ്പോൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ബംഗളൂരു സിറ്റി പോലീസിലാണ് ഈ കേസ് നിലവിൽ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബുധനാഴ്ചയാണ്, അതായത് കഴിഞ്ഞ ദിവസമാണ് രൺവീറിനെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, രൺവീറിനെതിരെ ഈ കേസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത് രൺവീറിനോട് ചെയ്യരുത് എന്നവിടെ പറഞ്ഞിട്ട് പോലും അത് വകവയ്ക്കാതെ രൺവീർ ഇത് ചെയ്തു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അപമാനിക്കുന്ന തരത്തിലും പൊതുവേദിയിൽ കളിയാക്കുന്ന രീതിയിലും ദൈവത്തെ, അതായത് ഗുളികൻ ദൈവത്തിനെ ചേഷ്ടകളെ കളിയാക്കുന്ന രീതിയിലേക്ക് മാറ്റി എന്നതാണ് രൺവീറിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന കേസ് എന്ന് പറയുന്നത്. എന്തായാലും ഇത് ACJM കോർട്ട്, അതായത് ഫസ്റ്റ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഈ സംഭവം നടക്കുന്നത് 2025 നവംബർ 28 തീയതിയാണ്. IFFIയുടെ സമാപന സമ്മേളനത്തിൽ വെച്ചാണ് ഈ കാര്യം നടക്കുന്നത്. പിന്നീട് ഈ കംപ്ലൈൻറ്റ്, അതായത് പ്രശാന്ത് മേത്തൽ തന്നെ പറയുന്നത്, താൻ ഇതിനെക്കുറിച്ച് അറിയുന്നത് ഡിസംബർ 2, 2025 സമയത്താണ്. ആ സമയത്താണ് ഇങ്ങനൊരു സംഭവം നടന്നു എന്നതും ഇതിനെപ്പറ്റി കൂടുതലായി അന്വേഷിക്കുകയും ഇതെന്താണ് സംഭവം എന്നതും കൂടുതൽ അന്വേഷിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും രൺവീറിനെതിരെ ചുമത്തിയിരിക്കുന്ന FIRൽ ചുമത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സെക്ഷൻ നമ്പർ 196, 299, 302 ഓഫ് ദി ഭാരതീയ ന്യായ സംഹിത BNS വഴി, BNS 302, IPC സെക്ഷൻ 196, 299, ഇത് മൂന്നും ആണ് രൺവീറിനെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ FIR ബംഗളൂരു സിറ്റി പോലീസ് ഫയൽ ചെയ്തിരിക്കുന്നു. രൺവീറിന് ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് പറയാനുള്ളത്, എപ്പോഴായിരിക്കും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നിൽക്കുകയാണ്. രൺവീറിൻ്റെ ഈ ഒരു ആക്ട് വളരെയധികം കത്തിപ്പടരുകയായിരുന്നു ആ ഒരു സാഹചര്യം. 28 തീയതി ആ ആക്ട് ചെയ്തതിന് പിന്നാലെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ രൺവീർ മാപ്പ് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കാരണം അത്രമാത്രം സൈബർ ബുള്ളിങ്ങും അറ്റാക്കും രൺവീറിനെതിരെ കിട്ടുകയും ചെയ്തു. കാന്താര നമുക്കറിയാം, കാന്താര ബോക്സ് ഓഫീസിൽ വലിയ വിജയം കൊയ്തു. കാന്താരയുടെ ആദ്യത്തെ ചാപ്റ്റർ, പിന്നീട് ചാപ്റ്റർ 1 ലെജൻഡ് എന്ന സിനിമ ഇറങ്ങി. ഈ രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ തരംഗമായിരുന്നു. കാന്താര എന്ന സിനിമ ആവട്ടെ വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്തെടുത്ത സിനിമയാണ്. പക്ഷേ അത് കർണാടകയിൽ നിന്നുമൊക്കെ മാറി കേരളത്തിലെ സിനിമ ഭയങ്കരമായി സ്വീകരിച്ചു, തമിഴ്നാട്ടിൽ സ്വീകരിച്ചു, ഇന്ത്യ ഒട്ടാകെ തന്നെ സ്വീകരിച്ചു. അതായത് KGF, കാന്താര എന്നീ രണ്ട് സിനിമകൾ കന്നഡ സിനിമ ഇൻഡസ്ട്രിയുടെ മുഖമായി തന്നെ മാറി. അങ്ങനെ ഈ രണ്ട് സിനിമകൾ, ഒരു സിനിമ കർണാടകയുടെ ഏറ്റവും വലിയ മുഖമായിട്ട് മാറിയ സിനിമയാണ് പിന്നീട് ഇത്രയും വലിയ സ്വീകരണം. കാരണം ഋഷഭ് ഷെട്ടി തന്നെ രണ്ടാമത് ആ സിനിമ ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ചെയ്യാനും അതൊരു പക്ഷേ ഇന്ത്യൻ സിനിമയിലെ തന്നെ ടോപ്പ് 5 ഗ്രോസേഴ്സിൽ 2025 ടോപ്പ് 5 ഗ്രോസേഴ്സിൽ മുന്നിൽ നിൽക്കുന്ന സിനിമകളാണ്. അതായത് ടോപ്പ് 2 നിൽക്കുന്ന സിനിമയാണ്. ആദ്യം ദുരന്തർ, രണ്ടാമത് കാന്താര, അത്രേ ഉള്ളൂ വ്യത്യാസം. ടോപ്പ് 2 നിൽക്കുന്ന സിനിമയാണ്. അപ്പം അത്രയധികം ആളുകൾ കണ്ട സിനിമയാണ്, അത്രയധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിലെ ഗുളിക ദൈവത്തിനെയും അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന ആളുകളുടെയും ഒക്കെ കഥ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്ത പ്രേക്ഷകരാണ്. അതാണ് രൺവീർ കളിയാക്കിയത് എന്നുള്ളതാണ് പൊതുസമൂഹത്തിലെ ആദ്യത്തെ വാദം. രണ്ട്, ഇപ്പോൾ
രൺവീർ ഇങ്ങനൊരു ആക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് ലോബിയാണ്. അതായത് നോർത്ത് ഇന്ത്യൻ സിനിമ താരങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ സിനിമകളോടൊരു പുച്ഛം, അത് പല വർഷങ്ങളായിട്ടുമുള്ള ഒരു 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 കാര്യമാണ്, പല വർഷങ്ങളായിട്ട് കേൾക്കുന്നൊരു കാര്യം കൂടിയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് എന്നതും കൂടി അവർ പറയുന്നുണ്ട്. അപ്പം അങ്ങനൊരു സാധ്യതയും കൂടി ഉണ്ടോ, അല്ലെങ്കിൽ അതാണോ രൺവീറിന് ഇങ്ങനൊരു ചെയ്തി ഉണ്ടാക്കാനുള്ള കാരണം എന്നതും കൂടി ഇവിടെ സംശയമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അങ്ങനത്തെ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട, രൺവീർ എന്നെ പറയുന്നത് അങ്ങനെ ഉദ്ദേശിച്ചല്ല ചെയ്തത് എന്നതാണ്. പക്ഷേ എന്നാൽ പോലും അതങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഫീൽ ആയത് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു അഭിഭാഷകൻ തന്നെ മുന്നിട്ടിറങ്ങുന്നത്. എന്തായാലും രൺവീറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുമ്പോൾ എന്താണ് ഈ കേസിന് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.